കേരള ജല അതോറിറ്റിയിൽ സെസ് പിരിച്ചെടുക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന് ഗുരുതര വീഴ്ച. ജല അതോറിറ്റിയിലേക്ക് എത്തുന്ന ചെക്കുകളും ഡിഡികളും ട്രഷറി അക്കൗണ്ടിലേക്ക് നിക്ഷേപിച്ചിട്ടില്ലെന്ന് CAG കണ്ടെത്തി. സർക്കാരിലേക്ക് എത്തേണ്ട നികുതി പണം നഷ്ടപ്പെടുന്നത് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ കാരണമാണെന്ന് CAG റിപ്പോർട്ടിൽ പറയുന്നു. ജനം ബ്രേക്കിംഗ്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്തൊപ്പം ചേരുന്നു. പ്രശാന്ത്, കുറച്ച് മുമ്പ് ടിൻഡു ഒരു വാർത്ത നൽകിയിരുന്നു. ഇനിയും കൂടുതൽ കടമെടുപ്പ്, കടപ്പത്രത്തിലൂടെ പണം, വേണ്ടതിനും അപ്പുറം കടമിങ്ങനെ എടുത്തെടുത്തെടുത്ത് കടക്കണിയിൽ നിന്ന് കടക്കണിയിലേക്ക് പോവുകയാണ് കേരളം. അപ്പോഴാണ് പിരിച്ചെടുക്കേണ്ട സെസ് അതിൽ സർക്കാർ അനാസ്ഥ കാണിക്കുന്നത്, ഗുരുതര വീഴ്ച കാണിക്കുന്നത്. CAG റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് എന്ത്? ഗുരുതരമായ വീഴ്ച സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അതോടൊപ്പം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുണ്ടാകുന്നു എന്നതാണ് CAGയുടെ കണ്ടെത്തൽ ഉണ്ടായിരിക്കുന്നത്. വാട്ടർ അതോറിറ്റിയിൽ നിന്നും സെസ് പിരിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്, നികുതി പിരിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ അലംഭാവം ഉണ്ടാകുന്നത്. ഇതിലൂടെ സർക്കാരിന് ലക്ഷങ്ങളുടെ നഷ്ടം, ഖജനാവിലേക്ക് എത്തേണ്ട തുക, ആ തുകയിൽ ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടാകുന്നു എന്നതടക്കമുള്ളൊരു കണ്ടെത്തലാണ് CAGയുടെ ഭാഗത്തുണ്ടാകുന്നത്. നമുക്കറിയാം, നേരത്തെയും പല ഇതുമായി ബന്ധപ്പെട്ട് ഈ സാമ്പത്തിക പ്രതിസന്ധി തുടരുന്ന സാഹചര്യത്തിലും സർക്കാർ നികുതി പിരിച്ചെടുക്കുന്നതിൽ അലംഭാവം ഉണ്ടാകുന്നുവെന്ന് നേരത്തെ തന്നെ നമ്മൾ പല തരത്തിൽ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു, വാർത്തകൾ ഉണ്ടാകുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ CAGയുടെ അടക്കം കണ്ടെത്തൽ കൂടി വന്നിരിക്കുന്നത്. വാട്ടർ അതോറിറ്റിയിൽ നിന്നാണ്, ആ വാട്ടർ അതോറിറ്റിയിൽ നിന്നും നികുതി പിരിച്ചെടുക്കുന്ന, സെസ് പിരിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ തുക ആ അക്കൗണ്ടിലേക്ക് എത്തുന്നില്ല എന്നൊരു കണ്ടെത്തൽ CAGയുടെ ഭാഗത്തുണ്ടാകുന്നത്. അതായത് ഈ വാട്ടർ അതോറിറ്റിയിലെ സെസ്സുമായി ബന്ധപ്പെട്ട് മായി ബന്ധപ്പെട്ട തുകകൾ എത്തുന്നത് DDയും അതോടൊപ്പം തന്നെ ചെക്കുകളുമായിട്ടാണ്. അങ്ങനെ ആ DDകളും ചെക്കുകളും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി അത് ആണ് സർക്കാരിലേക്ക് എത്തുന്നത്. അങ്ങനെ എത്തുന്ന തുകകൾ സർക്കാരിന്റെ പക്കലേക്ക് എത്തുന്നില്ല എന്നതാണ് ഇപ്പോൾ കണ്ടെത്തലായി വന്നിരിക്കുന്നത്. അതായത് ഇത്തരത്തിൽ അടയ്ക്കേണ്ട തുകകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി എത്തുന്ന തുകകളിൽ ചെക്കുകൾ, അതിൽ എത്തുന്ന ചെക്കുകളിലും അതോടൊപ്പം തന്നെ DDകളിൽ നിന്നും തുകയുടെ കുറവ് ഉണ്ടാക്കുന്നു എന്നതാണ് CAGയുടെ ഒരു കണ്ടെത്തൽ ഉണ്ടായിരിക്കുന്നത്. 556 ചെക്കുകളിൽ നിന്നും 313.71 ലക്ഷം രൂപയാണ് ട്രഷറി അക്കൗണ്ടിലേക്ക് കിട്ടേണ്ടത്. എന്നാൽ CAGയുടെ ചോദ്യത്തിന് സർക്കാർ 104 ചെക്കുകളിൽ നിന്നും DDകളിൽ നിന്നുമായി 80 ലക്ഷത്തോളം രൂപ മാത്രമേ ലഭിക്കുന്നുള്ളൂ എന്നാണ് കണക്ക് നൽകിയിരിക്കുന്നത്. സംസ്ഥാനത്തെ മുഴുവൻ കണക്കുകളാണ് എടുക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഉണ്ടാകുന്നത്. സർക്കാരിന്റെ പക്കലേക്ക് എത്തേണ്ട തുക, ആ തുകയിലേക്ക് ഈ ഇത്തരത്തിൽ എത്തുന്ന തുകയിൽ കുറവ് വരുന്ന ഒരു കണക്കാണ് പറയുന്നത്. അതായത് ഇത്തരത്തിലൊരു ഈ നിക്ഷേപിക്കുന്ന അതോറിറ്റികളുടെ ഒരു ലിസ്റ്റ് അടക്കം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓരോ സ്ഥലത്തു നിന്നും ഇത്ര ചെക്കുകളാണ് എത്തേണ്ടത്, ആ ഇത്ര ചെക്കുകളിൽ നിന്നും ഇത്ര രൂപ സർക്കാരിലേക്ക് എത്തേണ്ടതാണ്. അതിലാണ് വലിയ രീതിയിലുള്ള കുറവ് വന്നിരിക്കുന്നതെന്നാണ് പറയുന്നത്. അതായത് കേരള ജല അതോറിറ്റിയിൽ സെസ് പിരിച്ചെടുക്കുന്നതിൽ വലിയ വീഴ്ചയാണ് സംസ്ഥാന സർക്കാർ വരുത്തുന്നത്. ചെക്കുകളും DDകളും ഒക്കെ ട്രഷറിയിൽ അക്കൗണ്ടിലേക്ക് നിക്ഷേപിച്ചിട്ടേ ഇല്ലെന്നാണ് CAG കണ്ടെത്തിയിരിക്കുന്നത്. അതായത് സർക്കാരിലേക്ക് എത്തേണ്ട പണം ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം നഷ്ടമാകുന്നു എന്ന് പ്രശാന്ത് ശങ്കരമംഗലത്ത് റിപ്പോർട്ട് ചെയ്യുന്നു.